മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് 14-ാം രാവിൽ ആദ്യ ഗാനം ഇശൽ പ്രിയം റൗണ്ടിൽ ഫാത്തിമ ഫിദ.
ഫിദക്കുട്ടിയെ ചേച്ചി അസലായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ശരിക്കും ഫിദക്കുട്ടി പാടുമ്പോൾ ഒരു ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി പാസ് ചെയ്യാണ്. ഞങ്ങൾക്കും കൂടി അത് കിട്ടുക. തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്കും ആ ഒരു എനർജി കിട്ടും. ഇതാരാ സെലക്ട് ചെയ്തെന്ന് ഈ പാട്ട്? ഇക്കാക്ക സെലക്ട് ചെയ്ത നമ്മുടെ ഇശൽ പ്രിയം റൗണ്ടാണ് അല്ലേ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ്. അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം ആ ഒരു റൗണ്ടിൽ ഈ ഒരു സോങ് പാടുമ്പോൾ. ശരിക്കും അതിനോട് നീതി പുലർത്തി എന്ന് എനിക്ക് തോന്നുന്നു. ഇശൽ പ്രിയം റൗണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും ഒരു കല്യാണപ്പാട്ടാണ് അല്ലേ ഇത്? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഈ പാട്ടിനെ കുറിച്ച് അറിയണ്ടേ, ഫേവറേറ്റ് സോങ്ങിനെ കുറിച്ച് ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം. ഫൈസൽ സർ, മോൾക്ക് ഇഷ്ടമുള്ള പാട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരത്തിലാണ് ഈ പാട്ട്. അവിടെ തിരഞ്ഞെടുക്കേണ്ട കാര്യം കൃത്യമായിട്ട് തന്നെ ഫിദ പാലിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പറ്റിയൊരു പാട്ട്, നമുക്ക് പാടാൻ പറ്റിയൊരു പാട്ട്, ഫിദയുടെ റേഞ്ച് കൃത്യമായി ഫിദ മനസ്സിലാക്കിയത്. ഞാൻ പലപ്പോഴും ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യം തന്നെയാണ്. ഫിദക്ക് ഭംഗിയായി പാടാൻ കഴിയുന്ന പാട്ടാണ് ഫിദ സെലക്ട്. അത് തന്നെയാണ് ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ, ഒരു സ്റ്റേജിൽ ഗാനമേളയിൽ പാടുമ്പോഴല്ല, മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് പല പാട്ടുകളും പാടാൻ കഴിയുമെന്ന് തെളിയിക്കുക. അത് റിസ്ക്കാണ്. അപ്പം അത് മത്സരത്തിന് ആവശ്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇതൊരു തരത്തിൽ മത്സരത്തിൽ നിലനിന്ന് പോകുന്നതിന് ഏറ്റവും സഹായകമായ കാര്യം ഇത് തന്നെയാണ്. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? ഏതായാലും അങ്ങനെ ഒരു സെലക്ഷനാണ് മോള് നടത്തിയത്. ഗംഭീരമായ ഒരു പാട്ടാണിത്. നമ്മൾ യേശുദാസ് സാറ് പാടിയതാണ്. യേശുദാസ് സാറൊക്കെ പാടിയ പാട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ വലിയൊരു റിസ്ക് ആണെന്ന് തോന്നിയില്ലേ? അതന്നെ, അതൊരു കാരണം നമുക്ക് ഒരു പാട്ടെന്ന് പറയുമ്പോൾ മലയാളിക്ക് ദാസാറിനപ്പുറം ഒരാളെക്കുറിച്ച് ചിന്തിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളുടെ ഈ തെരഞ്ഞെടുപ്പ് വളരെ നന്നായി. ഒരു കല്യാണത്തിൻ്റെ മൂടൊക്കെ ഉണ്ട് ഈ പാട്ടിൽ. ബാപ്പു പുള്ളിപ്പറമ്പാണ് ഇത് എഴുതിയത്. ഏതായാലും മോളുടെ ഈ എഫേർട്ടിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നല്ലൊരു ഇശൽ പ്രിയം റൗണ്ടിൽ മോൾക്ക് പറ്റിയൊരു പാട്ട് തിരഞ്ഞെടുത്തതിന്. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. രഹനത്ത? ഫിദ നന്നായി പാടി മോളെ. താങ്ക് യു. നേരത്തെ പാടിയതിൻ്റെ ആ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ത്രോട്ടിലൊന്നും കണ്ടില്ല. ഇത് അതാ പറഞ്ഞേ, ഫിദയുടെ ആ ഒരു സെലക്ഷനും ആ ഒരു ഏരിയ നമ്മൾ പറയും ഇവിടെ, ആ ഒരു ട്രഡീഷണൽ ആ ഒരു മൂഡ് തന്നെയാണ് കേട്ടോ ഈ സോങ്ങിനുള്ളത്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇത് പാടുന്നത്. അല്ല, 4ാം പ്രാവിന് വേണ്ടിയിട്ട് പഠിച്ചു ദാസേട്ടൻ പാടിയതെന്ന് പറഞ്ഞു. ഫൈസൽ മാഷ് പറഞ്ഞല്ല റിസ്ക്. കാരണം മെയിലിൻ്റെ പാട്ട് ഫീമെയിൽ എടുത്ത് പാടുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ പിച്ചും അതൊക്കെ. ഇത് പിന്നെ ദാസേട്ടനും കൂടി പാടുന്നൊരു പാട്ടാവുമ്പോൾ അതിൻ്റെ റിസ്ക് ഒരുപാട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൽ അങ്ങനെയുണ്ട് അതൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട ഭാഗമുണ്ട്. പക്ഷെ എനിക്ക് മോളെ ആ ഒരു സ്റ്റൈലും മോളെ ആ ഒരു മൊത്തം എനിക്ക് അങ്ങ് ഇഷ്ടമായി. പിന്നെ നല്ല സപ്പോർട്ടാണ്. കാരണം ഇടയ്ക്കൊരു അനുപല്ലവി കഴിഞ്ഞ് ഒരു വരുന്ന സ്ഥലത്ത് ഞാൻ വിചാരിച്ചു ഒരു ഫുള്ളായിട്ട് ആ താളങ്ങ് കഴിയുന്നതിന് മുമ്പ് മോളങ്ങ് തുടങ്ങുമല്ലോ, അതൊക്കെ ഒരു കയ്യിൽ നിന്ന് പോവോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഓർക്കസ്ട്ര ഭയങ്കര അടിപൊളി സപ്പോർട്ടായിരുന്നു. ഫൈസലൊക്കെ എന്താണ് കീബോർഡിലൊക്കെ പിന്നെ അതിലൊരു സെക്ഷൻ ഒരു പീസ് അങ്ങ് വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമുക്കത് ഇപ്പം മൊത്തം അവരെല്ലാവരും നല്ല ഗ്രേറ്റ് ആർട്ടിസ്റ്റുകളാണ് അവർ കേട്ടോ. അപ്പോൾ എല്ലാവരുടെ ഭാഗം വൃത്തി. പക്ഷെ അതിൽ ചിലപ്പോൾ നിഖിലിൻ്റെ അങ്ങനെ തബല അങ്ങനെ ഓരോ സെക്ഷൻ നമുക്ക് കൂടുതൽ അങ്ങ് നമ്മളെ മൈൻഡിലേക്ക് കയറും. അതാ നമ്മളത് അങ്ങനെ എടുത്ത് ആ പീസ് അങ്ങനെ എടുത്ത് പറയുന്നത്. അത് നിങ്ങളുടെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു കാര്യമാണത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ആയപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ച് തകർത്തിട്ടുണ്ട്. പിന്നെ ആ ഡ്രസ്സും അല്ലേ, ആ മൂമെൻറ്റ്സ് ഇത് വേറെ ഒരു ടൈപ്പായിരുന്നു. എനിക്കതങ്ങ് ആ ഡ്രസ്സും ഒക്കെ കൂടി അങ്ങടേ കേട്ടാ നന്നായിരുന്നു. താങ്ക് യു രഹനത്ത. ഷാൻ സർ? ഫിദക്കുട്ടി മോൾ നന്നായിട്ട് പാടി. താങ്ക് യു സർ. പറഞ്ഞ പോലെ മോളുടെ ഏരിയ ആണ് അത്. ആ ഋതം തുടങ്ങിയപ്പോൾ തന്നെ ഇത് അവളുടെ ഏരിയ ആണ്, ഇത് അവൾ കസറും. എന്താണെന്നറിയാം മോളെ, ഇത് ഞാൻ പറയുന്നത് മോളുടെ പാട്ടിനെ കുറ്റം പറയാനില്ല. പാട്ട് മോൾ എന്തായാലും നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്. കാരണം എക്സ്പെക്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് കറക്റ്റാണ് മോള് തരുന്നത്. ആ എക്സ്പെക്റ്റേഷൻ ബ്രേക്ക് ചെയ്യുന്നില്ല. ഇപ്പം ശരിയാണ്, ഇശൽ പ്രിയം റൗണ്ടാണ്, ഇഷ്ടമുള്ള പാട്ടാണ് പാടേണ്ടത്. പക്ഷെ ഈ സമയത്ത് വേറെ നേരെ മറിച്ച്, കാരണം ഇതാണ്
ഫിദയുടെ ഏരിയ. ആ ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവം ആയിരുന്നു വന്നെങ്കിൽ നമുക്ക് വേറൊരു ഡയമെൻഷൻ കിട്ടിയാലേ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ പാടിയതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പറയുന്നത് മോള് ഒന്നുകൂടെ നല്ലൊരു മെലഡി അല്ലേ? മെലഡി മോള് കാരണം എന്താ പറയുക, വേറെ ഒന്നുമല്ല, സ്റ്റേജിൽ വരുമ്പോൾ തന്നെ ഇത് ഓളായിരിക്കും. നമുക്കറിയാലോ, കാരണം ഈ അതെ ഇന്ന് വേറെ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ട്. അപ്പോഴ് നമുക്ക് അറിയാം, ഈ ചില ഗാനമേളകളിൽ ഒരു സിംഗർ വരുമ്പം അറിയാം ആ സിംഗർ അടിപൊളി പാട്ടാണ് പാടാൻ പോകുന്നതെന്ന്. അതുപോലെയാണ് മോള് കയറി വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. അത് മോശം കാര്യമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ ഒരു നോഷൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും കേട്ടോ. വെരി ഗുഡ്. താങ്ക് യു ഷാൻ സർ. ഹമീദ് സർ. സർ ഫിദ ശരിക്കും ഫ്രീ ആയിട്ട് തന്നെ പാടി, അസലായിട്ടുണ്ട്. താങ്ക് യു സർ. സംഗീതം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചു. അത് അതിൽ കാണുന്നുണ്ട്, പ്രകടമാക്കുന്നുണ്ട്. ഫിദയുടെ ഈ ആലാപനത്തിൻ്റെ ആ സവിശേഷത കേട്ടപ്പോൾ എനിക്ക് ഈ സംഗീത രത്നാകാരത്തിലെ ഒരു ശ്ലോകമാണ് ഓർമ്മ വന്നത്. സത്യമായിട്ടും അത് എൻ്റെ ഓർമ്മയിൽ എങ്ങനെയാണെന്ന് തോന്നുന്നു. അത് നമ്മളെ ജോയേട്ടനൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അതുപോലെ ഷാനുണ്ട്, സംഗീതം പഠിച്ച രഹനയുണ്ട്. പശുർവേത്തി ശിശുർവേത്തി വേത്തി ഗാനരസം ഫണി. എൻ്റെ അർത്ഥം അറിയോ? അറിയാം, എന്നാ പറഞ്ഞോളൂ വൈജോ. സംഗീതം എന്ന് പറയുന്നത് എന്തിനേയും നമുക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റും. ഈവൻ പശുവിനും ശിശുവിനും പുല്ലിനും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കല. പാമ്പിനും മധുരാനുഭൂതി പകരുന്നു സംഗീതം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മനുഷ്യന് മാത്രമല്ല, ഹിംസ്ര ജന്തുക്കളെ പോലും അത് സംഗീതം സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തെവിടെയെങ്കിലും അരുതായ്മകൾ, കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അവിടെ പോലീസിനോ പട്ടാളത്തിനോ സാധിക്കാത്തത് ഒരു കലാകാരന് സാധിക്കുന്നു. അവിടെ ഒരു സംഗീതജ്ഞന്, ഒരു ഗായകന് അവിടെ സമാധാനം സൃഷ്ടിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഐൻസ്റ്റീനും ഐസക് ന്യൂട്ടനും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ സാധിക്കും. ആരാണ് ഐൻസ്റ്റീൻ? ഐസക് ന്യൂട്ടൻ അറിയാമല്ലോ, പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അറിയാമല്ലോ. എന്നാൽ ഷേക്സ്പിയറോ വേർഡ്സ്വർത്തോ ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അതാണ്, കലയും സാഹിത്യവും സംഗീതവും ഇല്ലാത്ത ഒരു ലോകം അതൊരു നരകമായിരിക്കും. ഈ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന്, മാനവികതയുടെ നിലനിൽപ്പിന് അത് അത്യാവശ്യമാണ്. നല്ല സംഗീത പ്രതിഭകളായ കുട്ടികളാണ് ഇവിടെ ഈ വേദിയിലൂടെ പുറത്തു വരുന്നത്. എല്ലാ ഭാവങ്ങളും നേരുന്നു. വളരെ നന്നായി ആലോചിച്ചിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. മ്യൂസിക് ഈസ് ദ ഫൈനസ്റ്റ് ആർട്ട് അല്ലേ, ഓഫ് ഫൈൻ ആർട്സ്. തീർച്ചയായിട്ടും ഫിദക്കുട്ടിയുടെ അടുത്തുനിന്നും നല്ലൊരു മെലഡി സോങ് അല്ലേ ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? അടുത്ത റൗണ്ടിൽ ഇപ്പോൾ ഫേവറേറ്റ് ചോയ്സ് ആണെങ്കിലും എനിക്ക് മെലഡിയും പാടാൻ പറ്റും, തെളിയിച്ചു കൊടുക്കണ്ടേ നമുക്ക്? അടിപൊളി പാട്ട് പാടണ്ടെന്നല്ല, എന്നാലും നല്ലൊരു മെലഡി പഠിച്ച് നമുക്കത് പ്രൂവ് ചെയ്യണം. ഓക്കെ ഫിദക്കുട്ടിയെ, അപ്പം ഇനി നമുക്ക് മാർക്ക് ചോദിച്ചു നോക്കാം. ഷാൻ സർ. ഫിദ 26. താങ്ക് യു സർ. 30-ൽ 26 മാർക്ക്. താങ്ക് യു ഷാൻ സർ. രേണത്ത 27. താങ്ക് യു. 30-ൽ 27 മാർക്ക്. താങ്ക് യു രേണത്ത. ഫൈസൽ സർ. 26. താങ്ക് യു സർ. 30-ൽ 26 മാർക്ക്. താങ്ക് യു സർ. ഹമീദ് സർ. 8.5 ഔട്ട് ഓഫ് 10. ഔട്ട് ഓഫ് 10 8.5 ആണ് ഹമീദ് സാർ നൽകിയിരിക്കുന്നത്. സോ ടോട്ടൽ സ്കോർ 100-ൽ 87.5. നല്ല സ്കോറാണ് അല്ലേ? സന്തോഷമായോ? അപ്പം ഇനി വരുമ്പം മെലഡി പഠിച്ചിട്ട് വരണം. നല്ലോണം പെർഫോം ചെയ്യും വേണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.